ചിറകണിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി ഇന്നേതൊരജ്ഞാത നവസൗരഭം എൻ വാതിലിൽ വന്നു കൈനീട്ടുമോ ഇതുവരെ നീക്കിനാവിന്നോരത്തെ പൂവേ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ കൂടെ. ഞാൻ മോളെ ടി വിയിലൊക്കെയാണ് പാട്ട് കേട്ടിട്ടുള്ളൂ, നേരി കേൾക്കാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. നല്ലൊരു ഓണക്കാലമായിട്ട് മിയക്കുട്ടിയുടെ പാട്ടൊക്കെ ആയിട്ട് ഒരു ഗാനനിർഭരമായ എപ്പിസോഡ് നമുക്ക് കിട്ടിയല്ലേ. അപ്പൊ വെൽക്കം. നമുക്ക് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? ഓക്കെ. എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസ് കോ പവർഡ് ബൈ ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡർ, പെർഫെക്റ്റ് ഗ്രൈൻഡിംഗ്, മാജിക്കൽ ടേസ്റ്റ്, മിൽമ, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ, ഇലക്ട്രോണിക്സ് പാർട്ണർ പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ കിച്ചൺ സ്റ്റോറീസിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് മിയക്കുട്ടിക്കും സ്വാഗതം, മിയക്കുട്ടിയുടെ അമ്മക്കുട്ടിക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് രണ്ടാളും കൂടി ഇന്ന് ഇവിടേക്ക്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഈ ഓണത്തിന് വരാൻ പറ്റിയതില്. അല്ല, രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് വന്നത്? ഇല്ല, കഴിച്ചില്ല, ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോരുമായിരുന്നു. അയ്യോ, മോളെ കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. മോള് പോയിട്ടേ നമ്മൾ വാങ്ങിയ പുതിയ ഗ്രൈൻഡർ ഇല്ലേ, മിക്സി അതിൽ പോയിട്ട് ഒന്ന് നല്ല ചട്നി ഉണ്ടാക്കി വെക്കേ. ഓക്കെ. ഏതാ പുതിയ മിക്സർ ഗ്രൈൻഡർ? ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ. എനിക്ക് അതിലൊന്നും അറിയില്ല മോളെ, ഇവളിനെയും പഠിപ്പിച്ചു തരണം. എന്തായാലും ഞാൻ ചെന്ന് നല്ലൊരു കിടിലൻ ചട്നി അരയ്ക്കാം. ആ നേരം കൊണ്ട് മിയക്കുട്ടി ഈ വൈറ്റ് ഫ്ലവേഴ്സ് ചുറ്റും ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ ഇടണം. ഓക്കെ? അപ്പൊ ഡീ ശിവാനി പോയിട്ട് കുറേ നേരമായല്ലോ, അവൾ എന്താ എടുക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പോയി ചട്നിയൊക്കെ റെഡി ആക്കിട്ടെ നിങ്ങളെ രണ്ടുപേരെയും വിളിക്കാം. അപ്പോഴേക്കും മോൾ ഇതൊക്കെ ഒന്ന് പൂർത്തിയാക്കിക്കും കേട്ടോ. എന്താ ശിവാനി ഇത്? നീ എന്നിട്ട് ലിഡി പിടിക്കാതിരുന്നു, അത് മുഴുവൻ തെറിച്ചു പോകൂലേ? അയ്യോ, ഇതിലങ്ങനൊന്നും ആവത്തില്ല ചുമ്മ. ഇത് ഭയങ്കര സേഫ് അല്ലേ? നമ്മുടെ ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ ആണ്. ഇതിന് എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷനും ഞാൻ വായിച്ചു. ഇതിനകത്ത് നമ്മളിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാൻഡ്സ് ഫ്രീ ഓപ്പറേഷൻ ആണ്. അത് മാത്രമല്ല, കറണ്ട് പോയാൽ ഓട്ടോ റീസ്റ്റാർട്ട് ആവത്തില്ല. അതുകൊണ്ട് അപകടം ഉണ്ടാവാനുള്ള ചാൻസ് 0. അടിപൊളിയാണല്ലോ എൻ്റെ ശിവാനി. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഈ ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡറിൽ ചട്നി അരയ്ക്കുമ്പോൾ അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന അതേ രുചിയും അതേ ടെസ്റ്ററും. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് അച്ഛമ്മയ്ക്ക് അറിയോ? ആറ്റംബർഗ് മിക്സർ ഗ്രൈൻഡറിന്റെ കോഴ്സ് മോഡ് ഫീച്ചറിന്റെ ഹെൽപ്പ് കൊണ്ടാ. ആഹാ, ഞാനൊന്ന് നോക്കട്ടെ ചട്നി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടോന്ന്. നന്നായി അറിഞ്ഞിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. ഇന്ന് എന്താണ് അച്ഛമ്മയുടെ സ്പെഷ്യൽ? ഇന്നിപ്പോ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഫ്രൈഡ് ഇഡ്ഡലിയാ. ഫ്രൈഡ് ഇഡ്ഡലിയോ? ഓണമായിട്ടോ? ഓണമായിട്ട് സദ്യ എന്തെങ്കിലും മതി മോളെ. എല്ലായിടത്തും സദ്യയല്ലേ, അപ്പൊ നമ്മളൊരു വെറൈറ്റി ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ. അവരിതിന് പൂക്കളിട്ട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ. ആ ദേ വരുന്നു, വാ വാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഞങ്ങള് നല്ല കിടിലൻ ചമ്മന്തി ദേ ഉണ്ടാക്കിയത്. ശരിക്കും അച്ഛമ്മ ഉണ്ടല്ലോ, നല്ല അമ്മയിലടയ്ക്കുന്ന അതേ ടേസ്റ്റും അതേ ടെക്സ്ചറും. കഴിച്ചു നോക്കുന്നേ, എങ്ങനെയുണ്ട്? അതുപോലെ നമ്മൾ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ അമ്മയിൽ അരച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. കഴിക്കണേ. എന്താ എന്റെ ഉണ്ടാക്കുന്ന ഇഡലിയാണോ? ഇന്നൊരു ഫ്രൈഡ് ഇഡലി എനിക്ക് ഭയങ്കര ആണല്ലോ. ഫ്രൈഡ് ഇഡ്ഡലി ഞാൻ കഴിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഇക്കാക്കാനോട് തല്ല് പിടിക്കുക, എനിക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ ചൂടായി വരട്ടെ. നമ്മൾ ഇവർക്ക് കുടിക്കാൻ ഒന്നും കൊടുത്തില്ലല്ലോ മോളെ. അച്ഛമ്മ പേടിക്കണ്ട, ഞാനൊരു കിടിലൻ മോക്ടെയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോക്ടെയിലാ? ജിഞ്ചർ പൈനാപ്പിൾ മോക്ടെയിൽ. ഇപ്പൊ എടുത്തോണ്ട് വരാം ഞാൻ. എന്തൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാക്കും.
ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നേ ഉള്ളൂ. വലിയ സെറ്റപ്പിലാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അല്ല അമ്മയുടെ പേര് ചോദിച്ചില്ല കേട്ടോ. അമ്മ അമ്മ എന്ന് വിളിച്ചു. എന്തായിരുന്നു പേര്? റെജീന. നമ്മുടെ എണ്ണ ഇങ്ങനെ ദേ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിലേക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇടാൻ പോകും. ഇത് ആദ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇഡ്ഡലി ഗോൾഡൻ ബ്രൗൺ. ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം എന്താണ് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, തക്കാളി, പിന്നെ നമ്മുടെ മിൽമാക്കി. എത്രയല്ല പഠിക്കുന്നത് ഈ കുട്ടി? ഞാൻ നല്ല പഠിക്കുന്നത്. അല്ല എവിടെയാ പഠിക്കുന്നേ? സെന്റ് പോൾസിലാ. സ്കൂളിലൊക്കെ പോവാറുണ്ടോ? ഇടക്കിടക്ക്. ടീച്ചർമാരുടെയൊക്കെ കണ്ണിലുണി ആയിരിക്കും അല്ലേ? കാരണം ഞങ്ങളുടെയൊക്കെ കണ്ണിലുണിയാ. അപ്പൊ പിന്നെ ടീച്ചർമാരുടെ കണ്ണിലുണി ആവാതിരിക്കോ? നീക്ക് എന്താ സാധാരണ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കുന്നത്? ദോശ കഴിക്കാറുണ്ട്, ഇഡ്ഡലിയൊക്കെ തരാറുണ്ട്. അവർക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടം. ദോശയും ഇഡ്ഡലിക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഉണ്ടല്ലോ, ചമ്മന്തി ഒട്ടും കുറവാക്കരുതല്ലോ. ശരിക്കും ആറ്റംബർഗറിന്റെ മിക്സ് ഗ്രൈൻഡിലോണ്ട് ഉണ്ടാക്കിയാൽ നമ്മൾ അമ്മിയിൽ അരയ്ക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും. നെക്സ്റ്റ് ടൈം വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് ഞങ്ങളുടെ വീട്ടില് ആറ്റംബർഗിന്റെ മിക്സ് ഇല്ലല്ലോ. പേടിക്കണ്ട, ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ചേച്ചി അച്ഛമ്മ കൂടെ പറഞ്ഞ് തന്നു വിടാലോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഫ്രൈ ആയിട്ടുണ്ട്. വീക്കുട്ടി കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കക്കിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇനിയിപ്പോ നമ്മള് യൂട്ടൻസിലിന്റെ പാനിൽ നമ്മൾ ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കില്ല. ഈസി പീസി കുക്കിംഗ്. അതെ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിൽമ നെയ്യ്, ഇനി ഇതിലേക്ക് 2 കടുക് ഇട്ടു. ഇനി ഇതിലേക്ക് കൊല്ലമുളക്, വറ്റൽമുളക് ഇട്ടു നമ്മൾ കുറച്ച്. ഇനി ഇത് ചുമന്നുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇത് മല്ലിയില, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റും. തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ്. അപ്പൊ ഒരു പാട്ട് കേൾക്കാനുള്ള സമയമുണ്ട്. ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു പാട്ട്, ഒരു നല്ല കടുക് പോലെ പൊട്ടുന്ന ഒരു കിടിലൻ തമിഴ് പാട്ട് ആയിക്കോട്ടെ. റെഡി? ഓക്കെ. നീ പാത്തല്ലെത്തിയാവതേ തീപ്പിടിക്കാരാവയ്യാവേ അച്ചത്ത മറച്ച ഇച്ചത്ത മറച്ച മിച്ചോ ഇല്ലമ്മ മച്ചമേനുവയ്യ അച്ചമേലതയ്യ ഇച്ചമേനയ്യ മിച്ചോ യമയ്യ വാ നുക്കാവാലയ നുക്കാവാലര എല്ലാ ഭാഷയിലും പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലേ? എല്ലാ ഭാഷയിലും ഇപ്പൊ ഏകദേശം ഒരു 13 ലാംഗ്വേജിൽ ഞാനൊരിക്കൽ ശ്രീലങ്കൻ പാട്ട് പാടുന്ന കേട്ടു. മോളെ എത്ര വയസ്സ് തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങി? മിയ ഏകദേശം ഒരു 2 വയസ്സ് 2.5 വയസ്സ്. ചേച്ചി പാടും. അപ്പൊ അത് കേട്ടിട്ട് ഇവൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട്. അച്ഛമ്മ എന്തായി? മുരിഞ്ഞു വന്നു? എല്ലാം മുരിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ഇത്തിരി ഉപ്പ്, നമ്മൾ നേരത്തെ ഇഡലിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇല്ലേ, അതുകൂടി അങ്ങോട്ട് ചേർക്കും. പൂക്കളൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഇനി തൊട്ട് എല്ലാ ഓണത്തിനും ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ചിരുന്ന് വലിയ പൂക്കളം ഇടാം. ഓക്കെ. ഓണത്തിനെ പറ്റി ഏറ്റവും ഇഷ്ടം എന്താ? പായസമാണോ, സദ്യയാണോ, ഊഞ്ഞാല് കെട്ടുന്നതാണോ, എന്താ? എനിക്ക് സദ്യ ഇഷ്ടം. സദ്യയും പായസം. ഇന്ന് മോൾക്ക് മിന്മയുടെ ഇൻസ്റ്റന്റ് പാലട പായസം ഉണ്ടാക്കി തരാം കേട്ടോ. മേക്കുട്ടിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാ? അവക്കാഡോന്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാറ്. ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ? അടിപൊളി സാൻഡ്വിച്ച് ആണോ? ലഞ്ച് ബോക്സിൽ അതാണ് തന്നു വിടാ? ഇടക്കിടക്കൊക്കെ അതാ തന്നിടാ. മോളെ ലഞ്ച് ബോക്സ് കൊണ്ടുവന്നാൽ കഴുകി വെക്കാറുണ്ടോ? അതിൻ്റെ ഒരു നല്ല എക്സോയുടെ സൂപ്പർ ജെൽ ഇതിട്ട് കഴുകി കഴിഞ്ഞാലുണ്ടല്ലോ പാത്രങ്ങളൊക്കെ അടിപൊളി വെട്ടി തിളക്കും, നല്ല മണമായിരിക്കും, ബാക്ടീരിയകളൊക്കെ പമ്പ കിടക്കും. മനസ്സിലായോ? ഇത് യൂട്ടൻസിൽസിന്റെ സാനിറ്റൈസർ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെ
ഈ ഓണത്തിന് നമ്മൾ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അല്ലേ? ഫ്രൈഡ് ഇഡലി. ഇതിലേക്ക് ഞാൻ എന്തേ കുറച്ച് മല്ലിയില ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് കണ്ടാവും. ഇഷ്ടമാണോ മേക്കുട്ടിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ? എനിക്കിഷ്ടം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ഇഡലി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ കഴിക്കാം. റെഡി ആണോ? വിശക്കുന്നുണ്ടോ? ചമ്മന്തി ഇഷ്ടപ്പെട്ടില്ലേ നേരത്തെ? അപ്പൊ വയറ് നിറയെ ഇഡ്ലിയും ചമ്മന്തിയും കഴിക്കണം കേട്ടോ. എന്നിട്ട് അച്ഛമ്മയുടെ പാലട പായസം കഴിക്കണം. നമ്മുടെ മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട പായസം ഒക്കെ ഇഷ്ടപ്പെടും. സമാധാനായി. അച്ഛനക്ക് ഒന്നും വേണ്ട. കുട്ടികൾക്കാണെങ്കിലും ഒന്ന് സ്കൂളിലേക്ക് കൊടുത്തു വിടണമെങ്കിൽ ലഞ്ച് ബോക്സ് കൊടുക്കാൻ പറ്റിയൊരു സാധനം. ഓണായിട്ടൊരു ഫ്രൈഡ് ഇഡ്ഡലി ഒതുക്കിയാൽ മതിയോ? നമുക്കൊരു പായസം ഉണ്ടാക്കണ്ടേ? പിന്നെ നല്ല അടിപൊളി പായസമാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാ പിന്നെ ഉണ്ടാക്കിയാട്ടെ. മിൽമയുടെ ഇൻസ്റ്റന്റ് പാലട പ്രഥമനായി പ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ യൂട്ടൻസിന്റെ ഉരുളിയിലാണ് പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ മിൽമയുടെയാണ് ഇൻസ്റ്റന്റ് പാലട മിക്സ് ആണ് ഇത്. ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ, ഇതിലെല്ലാം ഉണ്ട്. അതല്ലേ എന്ത് എളുപ്പമാണെന്നറിയാം. നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് പാലട പ്രഥമൻ റെഡി. നീക്കുട്ടിക്ക് എല്ലാ പായസം ഇഷ്ടമാണോ? എനിക്കെല്ലാ ഏറ്റവും ഇഷ്ടം ഏതാ? പാലട പായസം. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഉണ്ടാക്കുന്നത്. മീയക്കുട്ടി ഇവിടെ വന്നു, ഞങ്ങൾക്ക് പാട്ട് പാടി തന്നു അല്ലേ? അപ്പൊ ഞങ്ങളെ സന്തോഷിപ്പിച്ചപ്പോൾ മീയക്കുട്ടിയെ സന്തോഷിപ്പിക്കണ്ടേ ഞങ്ങള്? അതിനു വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പാല് തിളച്ചത് ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നേരത്തെ തന്നെ നമ്മുടെ മിൽമ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. മിൽമ കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. അതിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിൽമയുടെ ഇൻസ്റ്റന്റ് വെർമിസെല്ലി പായസം മിക്സ്. നല്ല കിടലൻ സേമിയ പായസം വീട്ടിലുണ്ടാവും. വീട്ടിലേക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചേട്ടനും ചേച്ചിക്കും ഗ്രാൻഡ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ? പായസം റെഡി ആയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് മീക്കുട്ടി ഒരു കുട്ടി ഷെഫാന്നേ അറിഞ്ഞല്ലോ. ആണോ? പിന്നെ ഞാൻ വലിയ ഷെഫാ. എന്തോ കാപ്പിപ്പൊടി കൊണ്ടൊരു ചായ ഉണ്ടാക്കിയെന്നോ? അതെന്തായിരുന്നു ഒരു കഥ? എന്തി അത് ഇടക്കിടക്കൊക്കെ പൊടി മാറി പോകാറുണ്ട്. പൊടി മാറി പോകാറില്ലേ? ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കാഷ്നട്ടും റൈസിൻസും എല്ലാം നെയ്യും ഒക്കെ കൂടി ഇട്ട് കൊടുത്തു. പായസം റെഡി ആയിട്ടുണ്ട്. വേഗം കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അടിപൊളി. മീക്കുട്ടാ, ഇനിയിപ്പൊ കിച്ചൺ ഫുള്ള് എന്റെ കയ്യിലാ. ഞാൻ മീക്കുട്ടി അടുത്ത് ചോദിക്കട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ലീഫി വെജിറ്റബിൾ ഏതാ? ചീര. ഞാനിത് അറിഞ്ഞിരുന്നു. ചീര ഭയങ്കര ഇഷ്ടാ? എനിക്ക് ഭയങ്കര ഇഷ്ടം. ചീര ഇഷ്ടം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഗസ് ചെയ്തേ. ഒരു സ്നാക്കാണ്, ഈസി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചീര കട്ട്ലറ്റാണ്. കട്ട്ലറ്റ് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ മീക്കുട്ടി ഇന്ന് കഴിച്ചിട്ടും മതി വരാണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നല്ലൊരു പാൻ എടുത്തിട്ട്, നമ്മുടെ യൂട്ടൻസിലിന്റെ പാനാണ് കേട്ടോ, അതിനകത്തോട്ട് നന്നായിട്ട് ചൂടാവുമ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. മീക്കുട്ടി അമ്മയെ പോലത്തെ സെലിബ്രിറ്റീസിന് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും നമ്മുടെ അടുക്കളയിലേക്ക് വന്ന് എൻ്റെ അച്ഛമ്മയുടെ ഒപ്പം നല്ല കിടലൻ റെസിപ്പീസ് ഉണ്ടാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെൽത്തി ലഞ്ച് ബോക്സ് റെസിപ്പിയുടെ ഫോട്ടോയോ വീഡിയോ ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ മറക്കണ്ട, വേഗം അയച്ചോളൂ. നിങ്ങളുടെ കുട്ടിയുടെ പ്രായം 4-നും 14-നും ഇടയ്ക്കായിരിക്കണം. ബാക്കിയുള്ള വിവരങ്ങളെല്ലാം സൂര്യയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലുണ്ടാവും. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. വേഗം വരൂ, വി ആർ വെയിറ്റിംഗ് ഫോർ യു. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കാം. 5 മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇതെന്താ കരയിപ്പിക്കുന്ന സാധനം? സവാള. ഓണിയൻ. അപ്പോൾ ഇത് 5 കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളിത് നന്നായിട്ട് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പ്. മീകുട്ടാ, ഏത് ഷേപ്പിലാ കട്ട്ലറ്റ് വേണ്ടേ? ഇനിയാണ് മീക്കുട്ടിയുടെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇടുക. നമ്മൾ ചീര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട്, ചീര നല്ല വേവുന്ന ഒരു ഇതാവില്ലേ, അത് വരെ നന്നായിട്ട് ഇളക്കണം. ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കട്ട്ലറ്റ് ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പൊട്ടറ്റോ ഒക്കെ വേണ്ടേ? പൊട്ടറ്റോയുടെ ഫ്ലേവർ വേണ്ടേ? അപ്പോൾ പൊട്ടറ്റോ നല്ല വേവിച്ചത് ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കും.
ഇത്തിരി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കും, ഇത്തിരി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് കട്ട്ലറ്റിൻ്റെ പരുവത്തിലേക്ക് ഇങ്ങനെ കുഴച്ചെടുക്കും. അപ്പോൾ ഇത്തിരി ലൂസായി പോയാൽ ഇച്ചിരി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട്ലറ്റിൻ്റെ പാകമായി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മൈദയുടെ ബാറ്റർ ചേച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്തോട്ട് നമ്മൾ മുക്കി ബ്രെഡ് ക്രംസിലെല്ലാം ഡിപ്പ് ചെയ്ത് വേറൊരു പാൻ എടുത്തിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ ഒന്ന് പരത്തിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യണം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഇച്ചിരി എണ്ണ ഒഴിച്ച് രണ്ട് സൈഡ് നന്നായിട്ട് മുരിച്ചെടുത്താൽ ഈസി കട്ട്ലറ്റ് റെഡി. അപ്പോൾ ഈസി സ്നാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, വീട്ടിൽ പോയി ട്രൈ ഔട്ട് ചെയ്യണം. ഓക്കെ, ശരി. കൊച്ചിന് തന്നെ പേടി, ഹാർട്ട് തന്നെയാണ്. ഇത് ആന്റിക്കും ശരിക്കും ഹാർട്ട് നല്ല നല്ല സ്നേഹത്തോടുണ്ടാക്കിയ ആ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നത്. ഇനി പറഞ്ഞ് ഏതായിട്ട് ഇഷ്ടപ്പെട്ട ഡിഷ്? ഇഡ്ഡലി. ഇല്ല, വന്നിട്ട് ഒരുപാട് നേരമായോ? ഞങ്ങൾ കുറച്ച് തിരക്കിലായി പെട്ടുപോയി. പാപ്പയാണല്ലേ പാട്ടൊക്കെ പഠിപ്പിക്കുന്നേ, അപ്പൊ പാടുവോ? ഇല്ല, പക്ഷെ എല്ലാ ലിറിക്സും ഒക്കെ നോക്കുന്ന വാപ്പയാന്ന് പറഞ്ഞു അല്ലേ? അവളെ പഠിപ്പിക്കാനുള്ള ട്രിക്ക് എനിക്കറിയാം. അറിയാം. അപ്പൊ വാവയ്ക്ക് കഴിവ് ശരിക്കും എവിടെ? ഫാമിലിയിൽ വേറെ ആരെങ്കിലും പാടുവോ? ചേച്ചി പാടും, മീയുടെ ചേച്ചി പാടും. പിന്നെ എന്റെ അമ്മ പാടുമായിരുന്നു. അമ്മമ്മ ഗ്രാൻഡ്മയുടെ കയ്യിൽ നിന്നാണല്ലോ കഴിവൊക്കെ കിട്ടിയേക്കുന്നേ. നല്ല ഭയങ്കര ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാ അല്ലേ? ഭയങ്കരമായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെടും. ചെറുപ്പം മുതലേ കഷ്ടപ്പെടാറുണ്ട്. ഇപ്പൊ വന്നിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളിലും. അത് മൂന്ന് വയസ്സ് മുതൽ തന്നെ ആള് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരും. അത് ഞങ്ങള് നിരുത്സാഹപ്പെടുത്തിയാൽ പോലും ആള് വരും, എനിക്കും പാടണം എന്ന് പറയും. ഞാൻ ഇന്റീരിയർ ഡിസൈനറാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? സൂപ്പർ ആയിട്ടുണ്ട്. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. വെള്ള പുറകെ ഓട്ടാണ് അല്ലേ? പക്ഷെ എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മുടെ ഓണം എപ്പിസോഡ് ഭയങ്കര സ്പെഷ്യലായി മീക്കുട്ടി വന്നപ്പോഴത്തേക്കും. അപ്പൊ മീക്കുട്ടി ഞങ്ങൾക്ക് ഓണം ഗിഫ്റ്റ് ആയിട്ട് കുറെ നല്ല പാട്ടുകൾ പാടിത്തന്നു അല്ലേ? അപ്പൊ ഞങ്ങൾ തിരിച്ചെന്തെങ്കിലും തരണ്ടേ? അപ്പൊ ആദ്യം തന്നെ എക്സോ ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെല്ലിന്റെ ഒരു കിടലൻ ഗിഫ്റ്റ് ഹാമ്പർ. നമ്മുടെ ആൽറ്റംബർഗ് മിക്സി ഗ്രൈൻഡറിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. പെർഫെക്റ്റ് ഗ്രൈൻഡിങ് മാജിക്കൽ. നമ്മുടെ മിൽമ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഇനി മീക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സമയത്തുണ്ട്. എന്തായിരിക്കും? നമ്മുടെ മിൽമയുടെ മിൽക്ക് ചോക്ലേറ്റ് ആണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ മിൽമ കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. നമ്മുടെ യൂട്ടൻസിൽസിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. യൂട്ടൻസിൽ കുക്കിംഗ് ഈസി പീസ്. മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം, ബീബി കായം. ഇനി നമ്മുടെ എലമെന്റ്സിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഉണ്ട്. ഇതുണ്ടല്ലോ, കർഷകരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ്. എലമെന്റ് ഓർഗാനിക് പ്രൊഡക്ട്സ്. നീക്കുട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? അടിപൊളി. വയറൊക്കെ നിറഞ്ഞോ ഫുഡ് കഴിച്ചിട്ട്? വയറൊക്കെ നിറഞ്ഞു. മനസ്സ് നിറഞ്ഞോ? മനസ്സ് നിറഞ്ഞു. അച്ചോ, ഞങ്ങൾ ഇത്രയും ഗിഫ്റ്റ് വന്നില്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ? അപ്പൊ എന്ത് ഗിഫ്റ്റ് തരും ഞങ്ങക്ക്? പാട്ട് എടുത്തരാം. പാട്ട് പാടിത്തരാം. അതില് വലിയ എന്ത് ഗിഫ്റ്റ് ഞങ്ങക്ക് ഇനി വേണ്ടേ? മുഹമ്മദുരെ എന്നെ കൊടി, മുഹമ്മദിനി എന്നെ റെഡി, മരുത മച്ചു എന്നെ കൊടി, മുഹമ്മദിനി നല്ല കൊട്ട് അടി. മുഹമ്മദുരെ എന്നെ കൊടി, മുഹമ്മദിനി എന്നെ റെഡി, മരുത മച്ചു എന്നെ കൊടി, മുഹമ്മദിനി നല്ല കൊട്ട് അടി. അപ്പൊ മീക്കുട്ടി, ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഓണം ഗിഫ്റ്റ് ആണ്. മീക്കുട്ടിയും ഫാമിലിയും വന്നതും പാട്ടെല്ലാം പാടിയതും ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചതും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛമ്മയും ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ ഏതായാലും മീക്കുട്ടിക്കും ഫാമിലിക്കും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യണു. അപ്പൊ നമുക്ക് ഹാപ്പി ഓണം വിഷ് ചെയ്യാം. ഉറക്കെ ഹാപ്പി ഓണം.